സർക്കാർ എന്ത് പ്രതികാര നടപടി എടുത്താലും എടുക്കാൻ പറ്റുന്ന പ്രതികാര നടപടിയാണല്ലോ അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആശമാരെ എല്ലാം പറഞ്ഞു വിടുമെന്നും വേറെ വോളണ്ടിയേഴ്സിനെ വെച്ച് ജോലി ചെയ്യിക്കുമെന്നാണ് പറയുന്നത്. അതിനെല്ലാം കേരളത്തിലെ ആശമാർ അവഗണിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ സമാന്തരമായിട്ട് ആലപ്പുഴയിലും മലപ്പുറത്തും വൻതോതിൽ ആശമാർ പങ്കെടുക്കുന്ന സമരപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ കൊല്ലത്തും അതുപോലെ തന്നെ കോഴിക്കോടും എല്ലാം നാളെയും പരിപാടി നടക്കും. അപ്പോൾ ഇത് സംസ്ഥാന വ്യാപകമാക്കും സമരം എന്നുള്ളത് നമ്മളിപ്പോൾ സംസ്ഥാന വ്യാപകമാക്കിയിരിക്കുകയാണ്. 3-ാം തീയതി മുഴുവൻ ആശമാരും പങ്കെടുക്കുന്ന നിയമസഭാ മാർച്ച് നടത്തും. 26,000 പേരിൽ 2,000 പേര് മാത്രമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് എന്നൊക്കെയാണ് അപ്പോൾ മന്ത്രി പറയുന്നത്. അപ്പോൾ ഇന്നലെ ഈ CITU നേതാവ് ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഈർക്കിലി സംഘടനയാണ് എന്നൊക്കെ തന്നെ പറയാതെ പറയുകയാണ്. വീണ്ടും നിങ്ങൾ അതിലൊരു 7% ആളുകൾ മാത്രമാണ് സമരത്തിന്റെ ഭാഗമാകുന്നത് എന്നൊക്കെ വീണ്ടും പറയുകയാണ്. അതവർ പറഞ്ഞോട്ടെ. കാരണം 20-ാം തീയതി നടന്ന മഹാസംഗമത്തിൽ പങ്കെടുത്ത ആശമാരുടെ എണ്ണം ഈ മാധ്യമങ്ങൾ കവർ ചെയ്തതാണ്. അതുപോലെ തന്നെ ഓരോ ജില്ലകളിൽ നിന്നും വന്ന ആശമാരുടെ എണ്ണം എത്രയാണെന്ന് ഈ CITUവിന് തന്നെ അറിയാം. അതുകൊണ്ട് നമ്മൾക്കത് വിഷമമില്ല. അവർ പറഞ്ഞോട്ടെ. 2,000 ആണോ 20,000 ആണോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം. വെറും 2,000 ആണോ അല്ലെങ്കിൽ വളരെ കുറച്ച് ആശമാരാണ് എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര വെപ്രാളപ്പെടുന്നത്? എന്തിനാണ് ഈ CITUവും അതിൻ്റെ നേതാക്കന്മാരും ഇത്രയും ഈ വിഭ്രാന്തി കാണിച്ച് വീടാന്തരം കയറി പ്രചരണം നടത്തുന്നു? ഇപ്പം രാവിലെ CITUവിന്റെ ചില ലോക്കൽ നേതാക്കൾ അല്ലെങ്കിൽ CPMന്റെ ചില ലോക്കൽ നേതാക്കളൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആശമാരെ ഭീഷണിപ്പെടുത്തി, അത് വീട് കയറി ഭീഷണിപ്പെടുത്തി എന്നടക്കമുള്ള ഒരു ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് മാത്രമല്ല, ഇപ്പം നാളെ CITU തൊട്ടടുത്ത് നിങ്ങൾ സമരം ചെയ്തിട്ട് തൊട്ടടുത്തുള്ള HS ഓഫീസിലേക്ക് മറ്റൊരു മാർച്ച് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവർ സമരം ചെയ്യട്ടെ. അവർ സമരം ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. എന്തായാലും നമ്മൾ വെച്ച ആവശ്യങ്ങളൊന്നും അന്യായമാണെന്ന് CITU പറഞ്ഞിട്ടില്ല. അവരുടെ സംസ്ഥാന കൗൺസിൽ ചേർന്ന് 21,000 രൂപയും അതുപോലെ തന്നെ വിരമിക്കൽ ആനുകൂല്യം, പെൻഷൻ ഇതെല്ലാം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവർ HS ഓഫീസിൽ നടത്തിക്കോട്ടെ. പക്ഷേ ഇതിനു മുമ്പ് ഈ UDF ഗവൺമെന്റ് ഇരുന്നപ്പോൾ സംസ്ഥാന സർക്കാർ ഓഫീസിന് മുന്നിലാണ് ഈ CITU സമരം നടത്തിയത്. ഇതിനു മുമ്പ് പല സംസ്ഥാനങ്ങളിലും CITU സമരം നടത്തിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ മുന്നിലാണ്. അതുപോലെ തന്നെ ഈ ഓണറേറിയം ഇതിനു മുമ്പ് അവർ തന്നെ കൂട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓണറേറിയം കുടിശ്ശിക എന്നത് ചെയ്ത ജോലിയുടെ കൂലിയാണ്. അത് തരുന്നതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. തങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായി നിവർത്തിച്ചു കിട്ടണം എന്നാണ് ഇപ്പോൾ ആശമാരുടെ ആവശ്യം. സ്വാന്തനയിലേക്ക് വരാം. ഇപ്പോൾ ഗോപാൽ ശിലാസനിലേക്ക് കൂടി പോവുകയാണ്. ഗോപാൽ, എളമരം കരീം പറഞ്ഞത് അരാജക സംഘടനകളുടെ അനാവശ്യ സമര നാടകമെന്നായിരുന്നു. ഒരിക്കൽ സംഘടന 27,000 ആശമാരുണ്ട്. അതിൽ ഈ വിരലെണ്ണാവുന്ന ആശമാർ സമരം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കേന്ദ്ര സർക്കാർ ഫണ്ട് തരാത്തത് കൊണ്ടാണ് എന്ന തരത്തിലുള്ള അപഹസിക്കലുകളൊക്കെ നടന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും ഒടുക്കം